ദീപക് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പാണ്. പാലക്കാട്ടെ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പാണ്. അതുപോലെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ള വിമർശനം സജീവമായി പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നു. നേരത്തെ ദീപക് ധർമ്മടം ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടിക്കകത്തുള്ള വിഭാഗീയത, പരസ്യപോര് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. നാളെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ചേരാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ പോകുന്നു. അവിടെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി ഈ രാജ്യസന്നദ്ധതയിലൂടെ ഒരു പ്രതിരോധം തീർക്കുകയാണോ സുരേന്ദ്രൻ? ദീപക് ധർമ്മടം. സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധം തീർക്കൽ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരിക എന്നതായിരിക്കാം ലക്ഷ്യമിട്ടത്. കാരണം ധാർമ്മികമായി രാജ്യസന്നദ്ധത അറിയിക്കുന്നു, രാജിവെക്കാൻ അനുമതി തേടുന്നു എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ, അതായത് ധാർമ്മികമായി താനാണ് തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം, തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച സംസ്ഥാന അധ്യക്ഷൻ, അതുകൊണ്ട് തന്നെ താൻ രാജിവെക്കുന്നു. പക്ഷേ ഒരു കാര്യം, ഇതിൽ ദേശീയ നേതൃത്വം നേരിട്ട് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സതീഷിൻ്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ, ശോഭാ സുരേന്ദ്രൻ്റെ ആദ്യത്തെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ, നിരവധി വിവാദങ്ങൾ ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ നഗരഭരണത്തെക്കുറിച്ച് ബി.ജെ.പി ജില്ലാ നേതൃത്വം കണ്ടെത്തിയ വീഴ്ച, അതായത് യൂസർ ഫീസ് ഇരട്ടിയാക്കി സംസ്ഥാന നേതൃത്വം പറഞ്ഞതിന് ശേഷം അത് കുറക്കാൻ തയ്യാറാകാത്ത ഇത്തരം നിലപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടണം എന്നുള്ളതായിരിക്കാം കെ സുരേന്ദ്രൻ നിലപാട്. ഏതായാലും കെ സുരേന്ദ്രൻ്റെ രാജിസന്നദ്ധത ദേശീയ നേതൃത്വത്തിന് മുൻപ് എത്തി. ജെ.പി. നദ്ദയും ബി.എൽ. സന്തോഷിനെയും നേരിട്ടാണ് സുരേന്ദ്രൻ അറിയിച്ചത്. മാത്രവുമല്ല, ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം തൽക്കാലം അത്തരമൊരു ആലോചന വേണ്ട എന്ന നിലപാട് അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദേശീയ നേതൃത്വം പാലക്കാട്ടെ തോൽവിയുടെ കാരണങ്ങൾ സംബന്ധിച്ച് അവിടെയുള്ള ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതിൽ നേരത്തെ ദീപക് ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ നഗരസഭാ ഭരണത്തിലെ പാളിച്ച, നഗരസഭയെ പഴിച്ചുകൊണ്ടാണ് ഈ തോൽവിയിൽ നിന്ന് തലയൂരാനുള്ള നീക്കം അവിടെയുള്ള ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നതും ശ്രദ്ധേയമാണല്ലോ ദീപക് ധർമ്മടം. തീർച്ചയായും നഗരഭരണത്തിൽ വീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബി.ജെ.പിയിലെ സംഘടനാ പ്രശ്നങ്ങൾ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്നുള്ള രീതിയിലുള്ള ചില കണ്ടെത്തലുകളും ഇതിലുണ്ടെന്നാണ് നമുക്ക് വിശദമായി മനസ്സിലാക്കുന്നത്. ശരി, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദേശീയ നേതൃത്വത്തെ രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്.